നെയ്ച്ചോറാക്കുന്നത്. നമുക്ക് 4 ഗ്ലാസ് അരി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു 4 സ്പൂൺ നെയ്യ് ഒഴിച്ചു. എന്നിട്ട് ഇതിങ്ങനെ കുറച്ച് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് കളറ് മാറുന്ന വരെ ഇളക്കണേ. ഈ സാധനങ്ങൾ ഇത്രയും സാധനങ്ങൾ പിന്നീട് അതിലേക്ക് ഇടാനുള്ളതാണ്. വെള്ളം തിളക്കും. 4 ഗ്ലാസ് അരി എടുത്തത്. നിങ്ങൾക്ക് കുറച്ച് അധികം വേണം. കുറച്ച് ആൾക്കാർ അധികമുണ്ട്. അതുകൊണ്ട് 4 ഗ്ലാസ് അരി. 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം. അതിന് വേണ്ടുന്ന ബാക്കി സാധനം. ഇതിപ്പോൾ ഞാൻ 4 ഗ്ലാസ് അരി. ജീരകശാല അരിയാണ്. അതിൻ്റെ മണമൊന്ന് വേറെ തന്നെയാണ്. അതൊന്ന് നെയ്യിൽ വെന്ത് വരുമ്പോൾക്ക് നല്ല മണം വരും. നമുക്ക് അരിയിലെ വെള്ളം, കഴുകിയ വെള്ളമെല്ലാം വലിയ ഇപ്പം കണ്ടോ, നന്നായിട്ട് അരി വീഴുന്നു. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ 4 ഗ്ലാസ് അരി, ഞാനൊരു 8.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. കുഞ്ഞ് സ്പൂണായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. അല്ലാതെ വലിയ സ്പൂണല്ലേ, കുഞ്ഞ് സ്പൂണായത്. അതെനിക്കറിയാം. ഒരു കണക്ക് മതിയായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അധികം ഇടാൻ പറ്റില്ല. അതിന് കാരണം പിന്നെ വെന്ത് കഴിയുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇടാം. കച്ചോലം, എന്നിട്ട് വീണ്ടും 1 സ്പൂൺ കൂടി നെയ്യ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താ അറിയോ, ഒരു 1/2 സ്പൂണ് നാരങ്ങ നീര്. കാരണം അധികം ഒഴിച്ചുകൂടാ, അത് പിന്നീട് ഒഴിക്കാം. 1/2 സ്പൂൺ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇലക്ട്രിക് കുക്കറാണ്. അത് 2 കഴുകി വെച്ചിട്ടില്ല. നോക്കൂ, ചോറ് കറക്റ്റ് വെന്ത് ഒന്നിനൊന്നും പിടിക്കാതെ. ഇതിൽ ഞാൻ ഇതിൻ്റെ മേലെ വീണ്ടും ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നല്ല അതിൻ്റെ ആ ടേസ്റ്റ് വരും. അതോടൊപ്പം നേരത്തെ ഇത് ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചതാണ്. ഇതുകൂടി ഒഴിക്കുന്നുണ്ട്. ഇതൊരു 4 സ്പൂൺ ഉണ്ടാവും. 1/2 കഷ്ണം ചെറുനാരങ്ങ അതുകൂടി ഒഴിക്കാമേ. ചോറിനിടാനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി നമുക്കിതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഉള്ളിയും കൂടി. ചിക്കൻ കറിക്കായിട്ട് ഞാൻ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി പേസ്റ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി, ഇത് മല്ലിയില, കറിവേപ്പില. ഇത് എൻ്റെ തന്നെ മസാലയാണ്. അതായത് മല്ലി, മുളക്, ഒരു പൊടി അരി, ജീരകം, പെരുംജീരകം, തുടങ്ങാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി അരച്ച പേസ്റ്റ് ഇതിലേക്കിടും. ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ഒരു നല്ല മണം വരുന്നത് വരെയാണ് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു ചുവന്ന കളറ് വരുന്നവരെ എനിക്ക് കുടിക്കരുത്, ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിൻ്റെ പച്ച മണം മാറി എന്താ കളറിന് വ്യത്യാസമൊന്നുമില്ല. ഇതിലേക്ക് ഉള്ളി ഇടണം. രണ്ട് ഉള്ളിയായത് അതിൻ്റെ കൂടെ ഇട്ട് നല്ലോണം വഴറ്റുക. ഏകദേശം ഒരു ചുവന്ന കളർ വരുന്നവരെ വഴറ്റണം. തേങ്ങ വറുത്തരച്ച കോഴിക്കറിയാണ്. ഇതൊരു തേങ്ങ വറുത്തതാണ് ഞാൻ. ഒരു തേങ്ങ നന്നായിട്ട് വറുത്തത്. ഇത് മിക്സിയിലിട്ട് അടിക്കണം നന്നായിട്ട്. ഉള്ളി ഇതാ നന്നായി വഴറ്റി വന്നു.
അതിൻ്റെ പച്ചമണമെല്ലാം മാറി ഒരു നല്ല മണം വന്നു. ഇനി ഞാനിതിലേക്ക് മസാല ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി 2 ചെറിയ സ്പൂണാണ്, 2 സ്പൂൺ. റെഡ് ചില്ലി 2 സ്പൂൺ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. കാരണം മല്ലീൻ്റെ കൂടെ ചുവന്ന മുളക്, കുരുമുളക് അരച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇഞ്ചിൻ്റെ കൂടെ പച്ചമുളക് അരച്ചതുകൊണ്ട് ഇത് ഇടുന്നത് 2 സ്പൂൺ. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇത് മല്ലി, മുളക്, പെരുംജീരകം, ജീരകം, കുരുമുളക്, കറിവേപ്പില, ഇത്തിരി അരി, അതൊരു കൊഴുപ്പിന് വേണ്ടി ഇതൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയ മസാല കൂടി അതിലേക്ക് ഇടുകയാണ്. എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റുക. പിന്നെ ഉപ്പിടാം. നന്നായി വഴറ്റാണ്, അടിയിൽ പിടിക്കാതെ വിധത്തിൽ കുറച്ച് 2 മിനിറ്റ് നന്നായി ഇളക്കി. ഇത് ഞാൻ ഇതിലേക്ക് തക്കാളി ഇടാൻ പോകുന്നു. ചെറിയൊരു 6 തക്കാളിയാണിത്. നന്നായിട്ട് ഇനി ഉപ്പിടാം. നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ടാൽ മതി. ഉപ്പെല്ലാം നോക്കിയിട്ടിടേണ്ടതാണ്. ഇത്ര എന്നുള്ള കണക്കല്ല, അത് നമുക്ക് നോക്കിയാൽ മതി ഉപ്പ് എത്ര വേണമെന്നുള്ളത്. അപ്പോൾ പിന്നീട് വേണമെങ്കിൽ ഇടാം, ഒന്നിച്ചിട്ടാൻ പാടില്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ട് കറി ആയിക്കഴിയുമ്പോൾ കുറച്ചിടാം നമുക്ക്. ഓക്കെ, ഇനി ഇത്തിരി കറിവേപ്പില കൂടി ഇതിലിടുന്നുണ്ട്. നന്നായി ഇളക്കാം. 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കാം. അതെല്ലാം ഒന്ന് തക്കാളി ഒന്ന് പച്ചപ്പ് മാറിയിട്ട് അതൊന്ന് ഉടഞ്ഞ് വരണം തക്കാളി. അത്ര വരെ ഇളക്കുക. പിന്നെ ചിക്കൻ ഇടുന്നുണ്ട്. നമുക്ക് എല്ലാം മിക്സായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാം. ചിക്കനും മസാലയെല്ലാം മിക്സായി. ഇനിയിപ്പം ഉപ്പ്, എരിവ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, അവരവർക്ക് വേണ്ടത് ഇത്ര. ചിലവർക്ക് ഉപ്പ് അധികമായിരിക്കാം, അവരവർക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക. എരിവ് അധികം വേണമെങ്കിൽ പച്ചമുളകോ കുരുമുളകോ ഓക്കെ. ഇനി ഞാനിതൊരു 5 മിനിറ്റ് വേവിക്കുന്നില്ല. കാരണം തേങ്ങ വറുത്തരച്ച് ചേർക്കാനുള്ളതാണ്. അത് തിളക്കാനുള്ള സമയം കൂടി വേണം. ഈ വറുത്ത തേങ്ങ അരക്കുമ്പോൾ വെള്ളം ചേർക്കരുത്. കാരണം ആ തേങ്ങയിൽ നിന്ന് തന്നെ ഒരു എണ്ണ വരാനുണ്ട്. ഇതുപോലെ ആ എണ്ണയിൽ തന്നെ ഇതരക്കണം. എന്നാലും ഈ കളറ് കിട്ടും, അതുപോലെ ആ രുചിയും കിട്ടും. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. കണ്ട, ഇതിപ്പം അരക്കുന്നത്ര ഇതിൽ നിന്ന് ഇങ്ങനെ എണ്ണ പുറത്തേക്ക് വരും. തേങ്ങയുടെ ഉള്ളിൽ നിന്ന്, വറുത്ത തേങ്ങയിൽ നിന്ന് അങ്ങനെ അരച്ചതായത്. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിനൊരു വേറൊരു രുചിയാണ്. കോഴിക്കറിക്ക് ഒരു തേങ്ങേൻ്റെ രുചി വരും. ചിക്കൻ വെന്തു. ഞാനിങ്ങനെ തേങ്ങ വറുത്തരച്ചത് ചേർക്കാൻ പോകും. തേങ്ങ വറുത്തരച്ചതൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കറി ഉണ്ടോ, നല്ല കളറ് കണ്ടോ, നല്ല ടേസ്റ്റാണ്. നല്ല മണമെല്ലാം വന്നു. ഓക്കെ, സൂപ്പർ. ഒന്ന് വെച്ച് നോക്കിക്കോ. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ഇടണം. മല്ലിയില ഇടണം. രണ്ട് കറിവേപ്പില ഇടാം. സൂപ്പർ. കഴിക്കാം. കറി എങ്ങനെയുണ്ട്? ചോറ്, കറി കഴിക്കാം. ഇഷ്ടമായ ഒരു ലൈക്ക് തന്നു, ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കി തരാം കേട്ടോ.